ഈ ലോകത്തെ ആർക്കും പുതിയതായിട്ട് ആരോടും ഒന്നും പറയാനില്ല. എന്തെല്ലാം ഇത്രയും കാലമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി മാത്രമാണ്. അതിപ്പോൾ അറബിയിൽ എഴുതിയ ഗ്രന്ഥങ്ങളിലാണെങ്കിലും പക്ഷെ അവർ പല രീതിയിലുള്ള വാക്കുകൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച്, സംസ്കൃതത്തിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും തർജ്ജമ ചെയ്തതാണെങ്കിലും ഇതിലെല്ലാം പറയുന്നത് ഒറ്റ കാര്യമാണ്. എന്ത്? ഈ ശരീരം പ്രവർത്തിക്കുന്ന രീതി അത് ഒരിക്കലും ചുറ്റുപാടിനെ ബേസ് ചെയ്തിട്ടല്ല. അത് ഓരോരുത്തർക്കും അവനവനായിട്ടിരിക്കാനുള്ള അവസ്ഥ അത് അവരവരിൽ തന്നെയാണുള്ളത്. അല്ലാതെ വേറെ ഒരു സംഭവവും എവിടെയും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം. കാരണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളൊരു പ്രതിഫലമാണ് ഇച്ഛിച്ചു പോകുന്നത്. നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ അറ്റൻഷൻ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ പോലും നമ്മളെന്താവും അവർ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നുള്ള കാര്യത്താണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും അതൊന്നും ഒരു കാലത്തും നിലനിൽക്കാൻ പോണില്ല. മറിച്ച് നമ്മളിൽ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ ഇതിൻ്റെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ളൊരു വഴിയുള്ളൂ. കാരണം ഞാൻ നിങ്ങളെ പൈസ തന്നിട്ടോ അല്ലെങ്കിൽ സ്നേഹം കാണിച്ചിട്ടോ സ്വാധീനിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ കൂടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അയാൾക്ക് ആ കറക്റ്റായിട്ടുള്ള അവസ്ഥ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ അയാൾ വിട്ടു പോകുമ്പം അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പൈസ കൊടുത്ത് അയാളിലൊരു മാറ്റം വരുത്താൻ നോക്കിയത് ഞാനാണ്. അവൻ കടം കൊടുത്ത് കിട്ടാതായിട്ട് അതിൻ്റെ പുറകെ കഷ്ടപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അവിടെ നിന്ന് പോലും നമ്മൾ തിരിച്ചറിയുക, ഇത്രയും കാലം ഞാൻ ജീവിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് മറ്റുള്ളവരുടെ സ്നേഹവും മറ്റുള്ളവരെ സ്നേഹിച്ചും ഞാൻ ചെയ്ത് എനിക്കിത്രയും കാലം നൽകിയത് വെറും രോഗങ്ങൾ മാത്രമാണ്. പലതരത്തിലുള്ള ക്യാൻസറും അല്ലെങ്കിൽ സിസ്റ്റും അല്ലെങ്കിൽ തൈറോയിഡും എന്തെല്ലാം രോഗങ്ങളാണോ ഇതെല്ലാം മാത്രമാണ് എനിക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ, ഞാൻ നിലനിൽക്കാൻ കാരണമായ അവസ്ഥയുമായിട്ടുള്ള എൻ്റെ ബന്ധം, ആ ബന്ധത്തിൽ മാത്രമേ എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ. അത് ആരുണ്ടാക്കി കൊടുക്കുക, ആർക്കും പറഞ്ഞു കൊടുക്കുക ഒരാവശ്യമില്ല. ആർക്കാണോ താല്പര്യം, അവർ ചെയ്ത പ്രവൃത്തിയിൽ ഇത്രയും കാലമായിട്ട് അവർ വിഷമിക്കുകയാണ് അല്ലെങ്കിൽ സങ്കടപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണെന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മളിത് പറയേണ്ട ഒരു കാര്യമില്ല. നമ്മളായിട്ട് ഇരിക്കുന്ന അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാറുള്ളൂ. അത്രയും